ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് ഒരുപാട് കുട്ടികളെ ഡൗട്ട്സ് ആയിട്ട് ചോദിച്ചിരുന്നു BSc നഴ്സിംഗ് അലോട്ട്മെന്റിനെ പറ്റിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഈ അലോട്ട്മെന്റിൽ പുതിയതായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ മാത്രം ടോക്കൺ ഫീ അടച്ചാൽ മതിയാകും. പല കുട്ടികളുടെയും ഡൗട്ടാണ് ടോക്കൺ ഫീ വീണ്ടും അടയ്ക്കണോ എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെന്റിൽ വേറെ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളോ അതുപോലെ തന്നെ വേറെ പുതിയ കോഴ്സ് കിട്ടിയവരോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഫീ അടയ്ക്കാനുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫീ അടച്ചാൽ മതിയാകും. അല്ലാതെ ആദ്യത്തെ അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, രണ്ടാമത്തെ അലോട്ട്മെന്റിൽ വേറെ കോളേജ് കിട്ടി എങ്കിൽ നിങ്ങൾ വീണ്ടും ടോക്കൺ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെന്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ മതി. പേയ്മെന്റ് നടത്താനുള്ള ലാസ്റ്റ് ഡേറ്റ് 29/8/2024 അതുപോലെ തന്നെ ഫീ പേയ്മെന്റ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ചെല്ലാൻ പ്രിന്റ് എടുത്തതിന് ശേഷം ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ച് വഴി നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ നിങ്ങൾ നിർബന്ധമായിട്ടും ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യുക. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫീ പേയ്മെന്റ് ചെയ്തില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടും. അത് മാത്രമല്ല അടുത്ത അലോട്ട്മെന്റിലേക്ക്, തേർഡ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല. അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളെല്ലാം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കിട്ടിയതെങ്കിൽ ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യുക. അതുപോലെ തന്നെ അലോട്ട്മെന്റ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഓപ്ഷൻസ് റീഅറേഞ്ച്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പുതിയതായിട്ട് 5 നഴ്സിംഗ് കോളേജുകളും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ ഈ 5 ഓപ്ഷൻസും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇല്ല എങ്കിൽ ആവശ്യമുള്ളത് മാത്രമായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മുന്നിലുള്ള ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജ് നിങ്ങൾക്ക് ഓക്കെ അല്ല, നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഹയർ ഓപ്ഷൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന കോളേജ് പോവുകയും പുതിയതായിട്ട് കിട്ടിയ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതുമാണ്. ഇനി തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് വേറൊരു കോളേജ് കിട്ടിയിട്ടില്ല എങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യണം. തേർഡ് അലോട്ട്മെന്റ് 31/8/2024 വരാൻ സാധ്യത. അപ്പൊ അതിനുശേഷം 31/8/2024 ശേഷമാണ് കോളേജ് ജോയിനിങ് ടൈം വരുന്നത്. അപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഫീ പേയ്മെന്റ് നിങ്ങൾ നടത്തി നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ 29/8/2024 മുൻപ് തന്നെ ഇപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളെല്ലാം ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്